അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ കുരുവട്ടൂരി ടീം നൗഷാദ് ഒതുക്കുങ്ങലും തെറിയൂർ കുഞ്ഞമ്മതും പമ്പേസ് മൗലവിയും കൂടി നാട് നീളെ ചുറ്റി നടന്ന് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിനെയും എ.പി. ഉസ്താദിൻ്റെ കീഴിലുള്ള സമസ്ത കേരള ജമീയത്തുൽ ഉലമയെയും ആവോളം തെറി പറഞ്ഞിട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. കെ വിഭാഗത്തിൻ്റെ ആളുകൾ കൂടി അവരുടെ സദസ്സിൽ വന്നിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഷംസുൽ ഉലമയിൽ മാതൃകയുണ്ട് എന്ന പ്രമേയം ഒക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മറവിലാണ് അവർ നന്നായി തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യമായി പറയുന്നത്, എന്തെങ്കിലും ഒരു മസാല വരുമ്പോൾ ഖുർആനും സുന്നത്തും പഠിച്ച ഉലമാക്കൾ എഴുതപ്പെട്ട ഫിഖിൻ്റെ കിതാബുകൾ നോക്കി മസാല പറയുന്ന ഒരു ശൈലിയാണ് പണ്ഡിതന്മാരുടെ മതം. അത് പണ്ഡിതന്മാർ അങ്ങനെ ചെയ്യാറുണ്ട്. കിതാബ് സുന്നത്ത് നോക്കി ഈ വിഷയത്തിൽ കർമ്മശാസ്ത്രം എന്ത് പറയുന്നു അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ നൗഷാദ് പറയുന്നത് പ്രമാണങ്ങളൊന്നും പറ്റൂല, കിതാബൊന്നും നോക്കിയാൽ പറ്റൂല, ഇൽഹാമ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരുത്തൻ മേപ്പെട്ട് നോക്കിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതാണ് സ്വീകരിക്കേണ്ടത്, ഷെയ്ഖ് പറഞ്ഞതാണ് സ്വീകരിക്കേണ്ടതെന്ന്. ഈ ഷെയ്ഖ് എന്ന് പറഞ്ഞ ആൾ ചിലപ്പോൾ സുബി പോലും നിസ്കരിക്കാത്ത, മരിവ് പോലും നിസ്കരിക്കാത്ത ആളാണ്. എന്നാലും മോൻ പറഞ്ഞതാണ് സ്വീകരിക്കേണ്ടത്. ഈ പ്രമാണം പഠിച്ച 10 കൊല്ലം കിതാബ് ഓതി പഠിച്ച ഈ ഉസ്താദ് പറഞ്ഞതല്ല, ഉസ്താദ് പറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് ഈ കുളി നനയില്ലാത്ത ഇവൻ പറഞ്ഞതാണ് സ്വീകരിക്കേണ്ടത്. ഇന്നിപ്പോൾ ഞങ്ങളെ ഈ ലോകമൊന്നായിട്ട് നിയന്ത്രിക്കുന്നതും ഞങ്ങൾക്ക് മതം പഠിപ്പിച്ചു തരുന്നതും അള്ളാഹുവിൻ്റെ പകരക്കാരനായി നിൽക്കുന്നതൊക്കെ കുരുവട്ടൂർ KC അബ്ദുള്ളയാണ്. അപ്പോൾ KC അബ്ദുള്ള റമദാൻ മാസം നട്ടൊറ്റ നേരത്ത് കോഴി ബിരിയാണി തിന്നണം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ഉസ്താദുമാർ പറഞ്ഞാലും ശരി, ഈ KC അബ്ദുള്ള പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തിന്നണം എന്നാണ് ആര് പറയുന്നത്? നൗഷാദ് ഒതുക്കുങ്ങൽ പറയുന്നത്. ആ പറഞ്ഞത് ബീബാബദ്ധമാണ്. നൗഷാദ് എന്ന് പറഞ്ഞതാണ് AP വിഭാഗം സുന്നികൾ അവനോട് ചെയ്ത തെറ്റ്. ഒറ്റടിക്ക് മനസ്സിലാക്കിയാൽ ഷെയ്ഖാണ് എന്ന് പറയുന്ന ആളുകൾ എന്ത് നെരുക്കേട് ചെയ്താലും അതിന് പെണ്ണുങ്ങളെ ഒപ്പം ഇരുത്തിയാലും അത് സ്വന്തം വീട്ടിലെ പൂച്ചക്കുട്ടിയെ പോലെ ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനൊക്കെ കഴിയുന്ന ഒരു വലിയ മായാജാലമുള്ള ആളാണ് ഈ ഷെയ്ഖ്. പ്രത്യേകിച്ച് KC അബ്ദുള്ള എന്നാണ് പറയുന്നത്. അത് മുടായ്പാണ് എന്ന് AP വിഭാഗം സുന്നികൾ പറഞ്ഞു എന്നതാണ് AP വിഭാഗം സുന്നികൾ ഇന്നിപ്പോൾ അവനോട് ചെയ്ത തെറ്റായി അവൻ എണ്ണുന്നത്. എങ്കിൽ മഹാനായ ഷംസുൽ ഉലമയുടെ സമസ്തയാണ് ഇതിലൊക്കെ ന്യായീകരിക്കുന്നതും അവരൊക്കെ കൂടെയാണ് എന്നും നൗഷാദിൻ്റെ കൂടെയാണ് എന്നും ഷംസുൽ ഉലമയിൽ മാതൃകയുണ്ട് എന്നും തുടങ്ങി 89-ലെ പിളർപ്പടക്കം പലയിടത്തും ആൾബലത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഒതുക്കുങ്ങൽ നൗഷാദ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരു മസാല ഉണ്ടാകുമ്പോൾ അത് പണ്ഡിതന്മാർ പറഞ്ഞതാണോ സ്വീകരിക്കേണ്ടത്, അതോ ഷെയ്ഖന്മാർ എന്ന് ഇവൻ പറയുന്ന ഇവൻ ചൂണ്ടുന്ന പമ്പേസിനെ പോലുള്ള കുരുവട്ടൂർ KC അബ്ദുള്ളനെ പോലുള്ള ആളുകളെയാണോ സ്വീകരിക്കേണ്ടത്? ഈ ചോദ്യത്തിൽ കെ വിഭാഗത്തിൻ്റെ നിലപാട്, കെ വിഭാഗം സുന്നികളുടെ കരുത്തനായ നേതാവ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നതെന്ന് കേട്ടു നോക്കി. ഈ മസല വിശദീകരിച്ചിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു ഭാഗത്തും മറുഭാഗത്ത് ഷെയ്ഖ് വന്നുകൊണ്ട് ഷെയ്ഖിന്റെ നിയമവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ പണ്ഡിതന്മാർ പറയുന്നതാണ് സ്വീകരിക്കേണ്ടത്, ഷെയ്ഖിന്റെ നിയമം മാറ്റി വെക്കണമെന്ന് ആധികാരികമായി തസ്സൂഫിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇസ്കന്ദരി റഹ്മത്തുള്ളാഹി പറയുന്നു, മതപരമായ കർമ്മശാസ്ത്ര നിയമങ്ങൾ മൊത്തം എല്ലാവർക്കും ബാധകമാണ്, പൊതുവാണ്. കാരണം നിയമങ്ങളുടെ ലക്ഷ്യം ദീനിന്റെ ചിഹ്നങ്ങൾ നിലനിർത്തലാണ്, ദീനിന്റെ ദീപത്തെ ഉയർത്തലാണ്, ദീനിന്റെ വചനങ്ങളെ പ്രകടിപ്പിക്കലാണ്. ഇതൊക്കെ പൊതുവായി വേണ്ടതാണ് മതപരമായ നിയമങ്ങൾ, കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. എന്നാൽ തസവുമായി ബന്ധപ്പെട്ട ഷെയ്ഖുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അത് സ്വകാര്യമായ പ്രത്യേക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വ്യക്തി റബ്ബ് തമ്മിൽ ബന്ധപ്പെട്ട ഇടപാട് മാത്രം നിങ്ങളുടെ സാഹചര്യത്തിലേക്ക് അതിനേക്കാൾ കൂടുതൽ ഒന്നുമില്ല. അതുകൊണ്ട് ഷെയ്ഖായി വന്ന സൂഫിയായി വന്ന ആളെ ചോദ്യം ചെയ്യാൻ പണ്ഡിതന് അധികാരമുണ്ട്.
വസ്തുനിഷ്ഠമായി വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നത് ഒരു പരമാർത്ഥമാണ് സഹോദരന്മാരെ. ഇതിന് വളരെ വ്യക്തമായി കൃത്യമായി അമ്പലക്കടവ് ഉസ്താദ് വളരെ വിശദമായി പറയുന്നുണ്ട്. മലയാള ഭാഷയിലാകുമ്പോൾ ഇനി ഇത് ആവർത്തിക്കേണ്ട ഒരു ആവശ്യമില്ല. അഭിപ്രായ വ്യത്യാസങ്ങളും മസാലപരമായി വല്ലതുണ്ടാകുമ്പോൾ പണ്ഡിതന്മാരെയാണ് സ്വീകരിക്കേണ്ടത്, അല്ലാതെ ഇൽഹാം എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ പറഞ്ഞ ചേക്കുട്ടിമാരെയല്ല എന്ന് ശരിയായ ഷേഖന്മാരെ സംബന്ധിച്ച് പോലും എടുക്കേണ്ട നിലപാട് ഇതാണ് എങ്കിൽ വ്യാജ ഷേഖന്മാരെ പറ്റി പറയേണ്ടതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇവനൊന്നും ഷെയ്ഖും അല്ല, ഒരു വലക്കല്ല ചുണ്ണാമ്പും അല്ലാത്ത ഈ സാധനമാണ് KC അബ്ദുള്ള. ഈ KC അബ്ദുള്ളയെ സംബന്ധിച്ച് പിന്നെ എങ്ങനെ പറയണം? സാധാരണഗതിയിൽ ശരിയായ ഷെയ്ഖന്മാരോട് തന്നെ മസാലപരമായി ആ ഷെയ്ഖിനേക്കാൾ കൂടുതൽ ഫിഖ് പഠിച്ച പണ്ഡിതന്മാരെടുക്കുന്ന പറഞ്ഞ തീരുമാനമാണ് എടുക്കേണ്ടതെന്നാണ് പണ്ഡിത മതം, അതാണ് തീരുമാനമായി എടുക്കേണ്ടത്. ഇത് പറയുമ്പോൾ AP വിഭാഗത്തിൻ്റെ പണ്ഡിതന്മാരെ, അതേ സമയത്ത് ഈ അമ്പലക്കടവ് ഉസ്താദ് പറഞ്ഞു നാളെ മറുപടി ഉണ്ടോ? ഇതേ വിഷയം കാസിമി പറയുന്നുണ്ട്, മറുപടി ഉണ്ടോ? ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ പാപ്പ ഇതേ വിഷയം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മറുപടി ഉണ്ടോ? ഇല്ല. അതുപോലെ കുഴപ്പമില്ല. ഇതിനൊക്കെ ശരിയായ കാതൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർ പേച്ച സാധനമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവന്മാരെ കുന്നിപിടിച്ച് പുറത്താക്കിയപ്പോൾ ആ പുറത്താക്കിയ ആ വിരോധം കരഞ്ഞു തീർക്കുകയാണ് കുരുവട്ടൂരി നൗഷാദും ടീമും. അല്ലാതെ വ്യാജത്തരം പറയുന്ന ആളുകളെ ഇരു വിഭാഗം സമസ്തയും AP വിഭാഗവും EK സമസ്തയും അതുപോലെ സംസ്ഥാന കേരള ജമിയത്തുലമയും നജീബോലൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സംസ്ഥാന കേരള ജമിയത്തുലമയും ഇതൊക്കെ ശക്തമായി എതിർക്കുന്നുണ്ട്. അവർക്കൊന്നും കുഴപ്പമില്ല. ഒരു AP വിഭാഗം സുന്നികൾ പറയുമ്പോൾ മാത്രം കുഴപ്പമാകുന്ന നൗഷാദിൻ്റെ തലക്കാണ് ശരിക്കും കുഴപ്പം. അതാണെന്ന് പരിശോധിക്കേണ്ടതും ചെക്ക് ചെയ്യേണ്ടതെന്നാണ് വിനയത്തോടു കൂടി എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടല്ലേ ഓരോരുത്തരും ഈ നാടന്മാരെ ഇറങ്ങന്നെ നിങ്ങളൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഫിത്തനയും ഫസാദും ഉണ്ടാക്കി മൊയ്ലിയാർ വരുമ്പം തുറന്ന് മൊയ്ലിയാരോട് പറയാനുള്ള ചങ്കൂറ്റം നാടന്മാർക്ക് വേണം, നാട്ടുകാർക്ക് വേണം, സാധാരണക്കാർക്ക് വേണം. എന്നാലേ ഇതൊക്കെ നേരാകുള്ളൂ.